സുനിൽ, ദേവി ഇത് എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. അത് പറ്റില്ല മനസ്സ. ഇനിയുള്ള കാലം തന്നോടൊപ്പം എനിക്ക് ജീവിക്കണം. ജയവിനെ തന്നോടൊപ്പം മാത്രമല്ല, നമ്മുടെ മോളോടൊപ്പം. നമ്മൾ മാത്രമുള്ള ലോകത്ത്. ഇല്ല സുനിൽ, ഇത് ഒരിക്കലും നടക്കില്ല. എന്റെ മനസ്സിലിപ്പോ ആ പഴയ സുനിൽ ശർമ്മ ഇല്ല. ആ ഇല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് വന്നത്. കഴിഞ്ഞതെല്ലാം മറന്ന് താൻ എന്നോടൊപ്പം വരണം. പണ്ട് താൻ സ്വപ്നം കണ്ട ജീവിതം തനിക്ക് തരാനായി ഞാൻ കാത്തിരിക്കുക. അങ്കിൾ, ആന്റി, മാനസ് എന്റെ എല്ലാമാണ്. ഞങ്ങളുടെ കുഞ്ഞാണ് മാനസയുടെ ഉദരത്തിലുള്ളത്. അല്ലാന്ന് മാനസ് ഒരിക്കലും പറയില്ല. സുനിൽ, വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കാതെ പോകുന്നുണ്ടോ? എന്റെ വയറ്റിൽ വളരുന്നത് ഭാവനയുടെ സൂര്യയുടെയും കുഞ്ഞാ. അതിവിടെ എല്ലാവർക്കും അറിയാം. എന്തിനാണ് മനസ്സില്ലാകത പറയുന്നത്? അത് നമ്മുടെ കുഞ്ഞിന്റെ പിഞ്ച് മനസ്സിനെ ബാധിക്കില്ലേ? നീ ചുമ്മാ മാനസിക വെറുതെ ടോർച്ചർ ചെയ്യരുത്. വെറുതെ ഓരോന്ന് പറഞ്ഞ് മാനസികമായിട്ട് പീഡിപ്പിച്ച പോലീസിനെ വിളിക്കേണ്ടത് ഞങ്ങക്ക്. അങ്കിള് പോലീസിനെ വിളിക്കും. ഞാൻ അവരോട് സംസാരിച്ചോളാം. എനിക്കറിയാം എന്റെ ഭാര്യയെ എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അങ്ങനെയുള്ള മോഹമൊന്നും നിനക്ക് വേണ്ട. എന്റെ ഇഷ്ടം അനുവാദവും ഇല്ലാതെ മാനസമോള് ഒരിക്കലും ഈ വീടിന്റെ പടി കടക്കില്ല. മനസ്സാ, തന്റെ ആന്റി